ഒരു സാധാരണ ഫാമിലി ഡ്രാമ കാണാൻ കയറിയവർക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ് നൽകിയ ചിത്രമായിരുന്നു ദൃശ്യം. അതുവരെ കണ്ട സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാതരം പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിയ ചിത്രത്തിന് 8 വർഷത്തിന് ശേഷം ഒരു രണ്ടാം ഭാഗമുണ്ടായി. 5 വർഷത്തിന് ശേഷം ജോർജ് കുട്ടിയുടെ കഥയുമായി സംവിധായകൻ വീണ്ടും എത്തുമ്പോൾ പ്രതീക്ഷകളേറെയാണ്. ട്വിസ്റ്റും സസ്പെൻസും പ്രതീക്ഷിക്കേണ്ട ഫാമിലി ഡ്രാമയാണെന്നല്ല സംവിധായകൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടെങ്കിലും ദൃശ്യം എന്ന ഫ്രാഞ്ചൈസിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ചില എലമെന്റുകളുണ്ട്. സംവിധായകന്റെ മുൻകൂർ ജാമ്യത്തിനിടയിലും പ്രേക്ഷകർക്ക് ആവശ്യമുള്ളത് ഇത്തവണ സിനിമയിലുണ്ട്. കുഴിച്ചുമൂടപ്പെട്ട രഹസ്യങ്ങൾ എന്തെങ്കിലും പുറത്തു വരുമെന്നാണ് ചിത്രം പറഞ്ഞു വെക്കുന്നത്. പോലീസും കോടതിയും ഉപേക്ഷിച്ച കേസിനെ വീണ്ടും കൊത്തിപ്പൊക്കാനും ജോർജ് കുട്ടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഇത്തവണ പുതിയ ചില ആളുകൾ കച്ചുകെട്ടി ഇറങ്ങിയൊരുക്കുകയാണ്. പഴയതെല്ലാം മറന്ന് പുതിയ ജീവിതം ആഗ്രഹിക്കുന്ന കുടുംബത്തിന് നീതി ലഭിക്കുമോ എന്ന് സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ അറിയാതെ ഇരയാകേണ്ടി വന്ന ചിലരാണ് ഇത്തവണ ജോർജ് കുട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. സംവിധായകൻ പറഞ്ഞതുപോലെ ഇമോഷനുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. അതിനാൽ ട്വിസ്റ്റുകൾക്കപ്പുറം പല കഥാപാത്രങ്ങൾക്കും വന്ന മാറ്റം സിനിമയിൽ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ആദ്യ 2 ഭാഗങ്ങളിലും തനിക്കെതിരെ നിൽക്കുന്നവരെക്കുറിച്ച് ജോർജ് കുട്ടിക്ക് വ്യക്തമായ പ്ലാനുകളുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ തൻ്റെ പിന്നാലെ ആരൊക്കെയാണെന്ന് പോലും അറിയാതെയാണ് അയാൾ യുദ്ധത്തിന് ഇറങ്ങുന്നത്. താൻ ഉണ്ടാക്കിയെടുത്ത തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനായി അയാൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അപ്രതീക്ഷിതമായിരുന്നു. ആ എലമെൻറ്റുകളെല്ലാം കൃത്യമായി വർക്കൗട്ട് ആവുകയും ചെയ്തു. ഒരുപാട് നെഗറ്റീവുകൾക്കിടയിലും അതിനെയെല്ലാം മറികടക്കുന്ന ചില പോസിറ്റീവുകളാണ് ചിത്രത്തിലുള്ളത്. 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ ചിലയിടത്തെല്ലാം വലിച്ചു നീട്ടൽ അനുഭവപ്പെട്ടു. ജോർജ് കുട്ടിയെ കൊടുക്കാനായി തയ്യാറാക്കിയ പ്ലാനെല്ലാം വിശ്വസിക്കാൻ പ്രയാസമുള്ളതായിരുന്നു. എന്നാൽ രണ്ടാം ഭാഗത്തിൽ ജോർജ് കുട്ടിക്ക് ഉണ്ടായിരുന്ന പ്ലാൻ പോലെ 3-ാം ഭാഗത്തിലെ കഥാപാത്രത്തിന്റെ പ്ലാനും വിശ്വസിച്ചേ മതിയാകുള്ളൂ. മോഹൻലാൽ എന്ന നടൻ തന്നെയാണ് ദൃശ്യം 3യെ രക്ഷിച്ച പോസിറ്റീവ്. 45 വർഷത്തെ കരിയറിൽ തനിക്കൊരു പിടിയും തരാത്ത കഥാപാത്രമാണിതെന്ന് മോഹൻലാൽ പറഞ്ഞത് അതിശയോക്തിയല്ല. എല്ലാം അവസാനിച്ചു എന്ന് കുടുംബത്തെ വിശ്വസിപ്പിച്ചെങ്കിലും തന്നെ വിടാതെ പിന്തുടരുന്ന ഭൂതകാലത്തിന്റെ ഓർമ്മകൾ അയാളെ ഭയമുണ്ടാക്കുന്നു. ഭയം ഉള്ളിലൊതുക്കിക്കൊണ്ട് ചില സീനുകളിൽ കൂളായി പെരുമാറുന്ന ഭാഗങ്ങൾ മോഹൻലാലിനല്ലാതെ മറ്റാർക്കും ചെയ്തു ഫലിപ്പിക്കാനാകില്ല. അനായാസമായി കഥാപാത്രത്തെ അവതരിപ്പിച്ചതിൽ മോഹൻലാലിനെ എടുത്തു പറയേണ്ട ഒന്നാണ്. മോഹൻലാലിലെ സ്റ്റാറിനേക്കാൾ അയാളിലെ നടനെയാണ് സംവിധായകൻ ആഘോഷിച്ചത്. ആദ്യ 2 ഭാഗങ്ങളേതുപോലെ ക്ലാസ് ആയിട്ടുള്ള നടത്തം ഇതിലുമുണ്ട്. അത് പ്ലേസ് ചെയ്ത രീതിയും അതിഗംഭീരമെന്നേ പറയാനുള്ളൂ. മോഹൻലാൽ ഫാൻസിന് ആഘോഷിക്കാനുള്ള ചില എലമെന്റുകളും ചിത്രത്തിലുണ്ട്. മീന, അൻസിബ, എസ്താർ എന്നിവരെല്ലാം അവരവരുടെ ഭാഗം ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിലെ ചില കഥാപാത്രങ്ങളെ ഇത്തവണ കൊണ്ടുവന്നതും അവർക്ക് കൃത്യമായി സ്പേസ് കൊടുത്തതും നല്ല അനുഭവമായിരുന്നു. പുതിയതായി കൊണ്ടുവന്നവരിൽ വീണ നന്ദകുമാർ തന്റെ ഭാഗം നന്നായി ചെയ്തിട്ടുണ്ട്. എന്നാൽ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഒരു കഥാപാത്രമുണ്ടെന്ന് സംവിധായകൻ തന്നെ മറന്നുപോയി. ഒരുപാട് ഫ്ലോസ് ഉള്ള എന്നാൽ അതിനെയെല്ലാം തന്റെ പ്രകടനം കൊണ്ട് മോഹൻലാൽ എന്ന മഹാനടൻ മറികടന്ന മികച്ചൊരു സിനിമാനുഭവം തന്നെയാണ് ദൃശ്യം 3. അയാളെ മറികടന്ന് അയാളുടെ കുടുംബത്തെ തൊടാൻ ആർക്കുമാകില്ലെന്ന് സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഇനിയൊരു തുടർച്ച ഈ സിനിമയ്ക്ക് ആവശ്യമില്ല. അയാളുടെ പാട്ടിന് വിട്ടൂടെ ജിത്തു ജോസഫേ.